ജെഎംഎമ്മിൽ ഭിന്നത 6 എംഎൽഎമാർക്കൊപ്പം ചമ്പൈ സോറൻ ഡൽഹിയിൽ. ഇവർ ബിജെപിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എന്താണ് ജെഎംഎം ക്യാമ്പിൽ നിന്നുള്ള റിപ്പോർട്ട്? ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മാസത്തിനകം പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഭരണകക്ഷിയായ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് വലിയ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുതിർന്ന നേതാവായ ചമ്പായി സോറൻ ഡൽഹിയിലെത്തി ബി.ജെ.പി. നേതൃത്വവുമായി ചർച്ച നടത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ വൈകുന്നേരം കൊൽക്കത്തയിൽ വിമാനമിറങ്ങിയ ശേഷം കൊൽക്കത്തയിലെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാവും ഒപ്പം പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവുമായ സുവേന്ദു അധികാരിയുമായും ചമ്പായി സോറൻ കണ്ടു എന്നത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. ഇത് കൂടാതെയാണ് രാജ്യ തലസ്ഥാനത്തെത്തി ബി.ജെ.പിയുടെ ചില മുതിർന്ന നേതാക്കളുമായി ചമ്പായി സോറൻ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ അധ്യക്ഷനും ഇപ്പോഴത്തെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ അനധികൃത ഭൂമി ഇടപാട് കേസിൽ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ ആ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിച്ചത് ഈ ചമ്പായി സോറനാണ്. പക്ഷേ ഹേമന്ത് സോറൻ തിരിച്ചു വന്നതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും ഒഴിയേണ്ടി വന്നു. മാത്രമല്ല, ഹേമന്ത് സോറന്റെ പത്നി അനാവശ്യമായ ഇടപെടൽ രാഷ്ട്രീയത്തിൽ നടത്തുന്നുവെന്ന വിമർശനവും ഒരു വിഭാഗം എംഎൽഎമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ജെഎംഎമ്മിനകത്ത് ഇപ്പോൾ ഹേമന്ത് സോറനെതിരെ നടക്കുന്ന പടയൊരുക്കത്തിന്റെ ഭാഗമാണ് ഈ ചമ്പായി സോറന്റെ ഡൽഹി യാത്ര എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുകയാണ് ഇപ്പോൾ ഭരണകക്ഷിയായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കകത്ത് ഇപ്പോൾ വലിയ കലാപം രൂക്ഷമാകുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം.